അസ്സലാമു അലൈക്കും. അമാനി മൗലവി തഫ്സീർ വായന ഭാഗം 13. ഒരേ ഗ്രന്ഥത്തിൽ അത് ക്രോഡീകരിക്കപ്പെടാതിരുന്നതിന് ഇതുമാത്രമല്ല കാരണം. അക്കാലത്ത് എഴുതുവാനും രേഖപ്പെടുത്തുവാനുമുള്ള ഉപകരണങ്ങളുടെയും സൗകര്യങ്ങളുടെയും വിരളതയും അതിന് കാരണമാകുന്നു. 1000-ഓ 10,000-ഓ പുറങ്ങളുള്ള ഒരു പുസ്തകം തയ്യാറാക്കുവാൻ ഇന്ന് നമുക്ക് പ്രയാസമില്ല. കടലാസിനും മഷിക്കും പണം ചെലവാക്കിയാൽ മതി. അക്കാലത്ത് എഴുതുവാനുള്ള ഉപകരണങ്ങൾ ഈന്തപ്പനയുടെ വീതിയിലുള്ള മടൽ, മരക്കഷ്ണം, തോൽക്കഷ്ണം, കനം കുറഞ്ഞ കല്ല്, എല്ല് ആദിയായ കണ്ടം തുണ്ടം വസ്തുക്കളായിരുന്നു. അപ്പോൾ ഖുർആൻ്റെ മുഴുവൻ ഭാഗമോ ഏതാനും ഭാഗമോ എഴുതി വച്ചിട്ടുള്ള ഒരാളുടെ പക്കൽ കേവലം ഒരു പുസ്തകമല്ല ഉണ്ടായിരിക്കുക, അതതു സമയത്തു തരപ്പെട്ടു കിട്ടിയ ഇത്തരം ചില വസ്തുക്കളുടെ ശേഖരമായിരിക്കും. അതുകൊണ്ട് അവ ഒരു തല തൊട്ട് മറ്റേ തല വരെ ക്രമപ്പെടുത്തുവാൻ പ്രയാസവുമായിരിക്കും. ഖുർആൻ അല്ലാതെ മറ്റു പലതും വഹീകളുമാകട്ടെ മറ്റു വിജ്ഞാന മൊഴികളാകട്ടെ അക്കൂട്ടത്തിൽ കലർന്നു പിശക് പറ്റാതിരിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമേ തന്നെ നടപടിയെടുത്തിരുന്നു. ഖുർആൻ അല്ലാത്തതൊന്നും എന്നിൽ നിന്നും നിങ്ങൾ എഴുതി വയ്ക്കരുത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഉപദേശിച്ചിരുന്നു. ആവശ്യമായ കാര്യങ്ങൾ പുസ്തകങ്ങളിൽ കുറിച്ചു വയ്ക്കുകയും സന്ദർഭം നേരിടുമ്പോൾ അത് നോക്കി ഓർമ്മ പുതുക്കുകയും ചെയ്യുക നമ്മുടെ പതിവാണ്. എന്നാൽ അറബികളുടെ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. എഴുത്തറിയുന്ന വ്യക്തികൾ വളരെ വിരളം. എഴുതുവാനുള്ള ഉപകരണങ്ങളും തൃപ്തികരമല്ല. കേട്ടതെല്ലാം അപ്പടി മനഃപാഠമാക്കുവാനും വേണ്ടുമ്പോഴെല്ലാം അത് ഓർമ്മയിൽ നിന്ന് ഉദ്ധരിക്കുവാനും അള്ളാഹു അവർക്കൊരു പ്രത്യേക കഴിവ് കൊടുത്തിരുന്നു. ഇക്കാര്യത്തിൽ അക്കാലത്തു പ്രത്യേകിച്ചും അറബികൾക്കുള്ള വൈഭവം മറ്റേതു ജനതയെയും കവച്ചു വയ്ക്കുമായിരുന്നു. ആയിരക്കണക്കിലുള്ള പദ്യങ്ങളും നീണ്ട നീണ്ട വാർത്തകളും അക്ഷരം തെറ്റാതെ പലരും സ്മൃതിപഥത്തിൽ സൂക്ഷിക്കുക പതിവാണ്. ആകയാൽ ഖുർആൻ എഴുതി സൂക്ഷിച്ചിരുന്ന വ്യക്തികളെക്കാൾ എത്രയോ അധികം ആളുകൾ ഖുർആൻ മുഴുവനും ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു.